ഇതൊരു സൂപ്പർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി പിള്ളേർക്കുള്ള സാധനങ്ങളാണ് ബെൻതാങ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, വളരെ പഴക്കമുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ഇന്ത്യൻസിനെ കണ്ടു കേട്ടോ, അതിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. അവരൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ. അപ്പോൾ ഈ സൈഡിൽ കിടക്കുന്നതാണോ ഒരു റോൾസ് റോയ്സ്, അതായത് മൾട്ടി കളർ റോൾസ് റോയ്സ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇവിടെ ഒരു ലൈവ് കൗണ്ടറുണ്ട്, അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയെന്ന്. ചെയ്തേക്കുന്നത് ആ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് തൊട്ട് മുമ്പേ കുറേ ഷോസൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇവിടെ ഗ്യാദർ ചെയ്യും കേട്ടോ. ഇതേ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് കഫേ. അപ്പോൾ ഇവിടെ ഒരുപാട് കഫേസും ഉണ്ട്. ആ കഫേസിൻ്റെയൊക്കെ പേരുകളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. പേസ്ട്രി, പിന്നെ ഒരു കോൾ കോഫി നമ്മളെ കോക്കനട്ടിൻ്റെ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ മേക്കം ഡെൽറ്റ റിവർ ക്രൂസൊക്കെ കഴിഞ്ഞിട്ട് സിറ്റിയിലേക്ക് എത്തി. അപ്പോൾ നമ്മളവരിവിടെ ഡ്രോപ്പ് ചെയ്തു. നമുക്കിനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതിനുവേണ്ടി നമ്മളിപ്പോൾ 3 പേരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഈ സിറ്റിയുടെ കാഴ്ചകളും കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹോച്ചിമിൻ സിറ്റിയിലെ കാഴ്ചകളാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസ്. ഏകദേശം ഒരു 4 മണിയായിട്ടോ. നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വാക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പാർക്കുണ്ട് കേട്ടോ. ആ പാർക്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ ജോഗിങ്ങിനും വാക്കിങ്ങിനും അങ്ങനെ എക്സസൈസും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും KFC ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം അവർ പൊതുവേ ജങ്ക് ഫുഡ്സിന് നല്ല റേറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഭയങ്കര ചീപ്പുമാണ്. അതുപോലെ ഒരുപാട് കടകളുണ്ട് അടുത്തടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു കടയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. ഇതൊരു സൂപ്പർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി പിള്ളേർക്കുള്ള സാധനങ്ങളാണ് ഉള്ളത്. അതായത് ചെറിയ കുട്ടികളോട്ട് വലിയ കുട്ടികൾക്ക് വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കിട്ടിയില്ല ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വാച്ച്മാൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും കടയുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റുണ്ട്, ബെൻതാങ് മാർക്കറ്റ്. ഇവിടുത്തെ ഫേമസ് മാർക്കറ്റാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺവെർസേഷനൊക്കെ നടന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അത് വിയറ്റ്നാമീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കും, പുള്ളി തിരിച്ച് പറയും. അങ്ങനെയാണത് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടന്നത്. നമ്മളിപ്പോൾ ഏകദേശം ബെൻതാങ് മാർക്കറ്റിൽ എത്താറായി. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നേരെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെൻതാങ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, വളരെ പഴക്കമുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ക്രാഫ്റ്റ്സും സൊവനീഴ്സും ക്ലോത്തിങ്സും അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ മിക്ക ഫോറിനേഴ്സും വന്നിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പർച്ചേസിന് വേണ്ടിയിട്ട് വരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ ലോക്കൽസ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്ക ഫോറിനേഴ്സും ഇവിടെ വരുന്നു, ഇവിടുന്ന് സാധനം വാങ്ങിക്കുന്നു, പോകുന്നു. ഇവിടുന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കിലോ കണക്കിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ല് വേണം ഇവിടുന്ന് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അവർ നല്ല കാശും അവർ പറയും. പ്രത്യേകിച്ച് നമ്മൾ ഫോറിനേഴ്സ് എന്ന് കാണുമ്പോഴത്തേക്കും അവർ പൊതുവെ റേറ്റ് കൂട്ടി പറയും. ഇപ്പോൾ ഇതേ കണക്കുള്ള ബാഗിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ട്. ഇത് പക്ഷേ നമ്മൾ ഹൊയാനിൽ പോയപ്പോഴത്തേക്കും ഇതിനെക്കാട്ടി താഴ്ന്ന ഒരു റേറ്റിലാണ് കേട്ടോ വാങ്ങിയത്. എന്തായാലും നല്ല കളർഫുള്ളാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. പല രീതിയിൽ പല സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്നത്, എന്നാൽ നല്ല വൃത്തിയോടെയാണ്. ഇൻക്ലൂഡിങ് തറ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്.
ഈ കാണുന്നതൊക്കെ ഡ്രൈഡ് ഫ്രൂട്ട്സും ഇതൊക്കെയാണ് കേട്ടോ. ആ കാണുന്നത് ലോകത്തിലെ ഏറ്റവും നാറ്റം പിടിച്ച ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒരു മിഠായി തന്നെ വാങ്ങിച്ച് ഞാൻ കഴിച്ചു നോക്കി. എന്തോ ഒരു ടേസ്റ്റ്ലെസ് ആണെന്ന് അറിയാമോ. ആ മിഠായി പിന്നെ അത് കഴിക്കാൻ പോലും പറ്റിയില്ല. നമ്മൾ മേക്കോൺ ഡെൽറ്റയിൽ പോയപ്പോഴത്തേക്കും കണ്ട കുപ്പിയിലിട്ട പാമ്പിൻ്റെ വൈനൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ പാറുക്കുട്ടിക്കൊരു ടോയ് വാങ്ങാൻ വേണ്ടിയിട്ടോ ഇങ്ങോട്ട് വന്നേ. ആദ്യം നമ്മളൊന്ന് വിലപേശി നോക്കി, പക്ഷേ പുള്ളിക്കാരൻ അതിനോട് അടുക്കുന്നില്ല. പിന്നെ അവസാനം വേറെങ്ങും സ്ഥലത്തൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തന്നെ പിന്നെ വാങ്ങിച്ചു. ഇവിടെ നമ്മൾ ഒരുപാട് ഇന്ത്യൻസിനെ കണ്ടു കേട്ടോ. അതിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. അവരൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ കരഞ്ഞു പോകും. അമ്മാതിരി രീതിയിലുള്ള ബാർഗെയിനിങ് ആണ് കേട്ടോ. അവരുടെ ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര സ്കില്ലാണ് അവർക്ക്. അതായത് 100 രൂപ പറയുന്ന സാധനം 10 രൂപയ്ക്കും 5 രൂപയ്ക്കും വാങ്ങിച്ചു എന്ന് തോന്നുന്ന കണക്കാണ്. അങ്ങനത്തെ ബാർഗെയിനിങ് ആണ് അവർ ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള കടക്കാർ പൊതുവേ ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഒരു ലെവൽ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചും ചൂടാവും കേട്ടോ. അതായത് റേറ്റൊക്കെ അങ്ങനത്തെ റേറ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് ചൂടാവും തിരിച്ച്. അപ്പോൾ ഓരോ സെക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങൾ അവർ വെച്ചേക്കുന്നത്. ചില സെക്ഷനിൽ ഇതേ കണക്ക് ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില സെക്ഷനിൽ നമ്മളെ ഉടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില സെക്ഷനിൽ ഇതേ കണക്കുള്ള ചോക്ലേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഓരോന്നും സെക്ഷൻ വൈസ് സെക്ഷനായിട്ടാണ് വെച്ചേക്കുന്നത്. എന്തായാലും നല്ലൊരു മാർക്കറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും 7-Eleven സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും 7-Eleven പറ്റിയിട്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ അതിനകത്ത് കിട്ടാത്തതായിട്ട് ഒരു സാധനവുമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസും കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും ചോക്ലേറ്റ്സും ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. കാരണം വാങ്ങിയ സാധനമല്ല ഇനിയിപ്പോൾ ഹോട്ടലിൽ കൊണ്ടുവെക്കണം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആയി കാണും കേട്ടോ. ഭയങ്കര തിരക്കൊന്നുമില്ല, എന്നാലും തിരക്കുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കൂടി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. സൈക്കിളൊക്കെ റെന്റിന് എടുത്തിട്ട് ചുമ്മാ ഇതുവഴി നമുക്ക് ചവിട്ടി നടക്കാവുന്നതാണ്. അപ്പോൾ ഈ സൈഡിൽ കിടക്കുന്നതാണോ ഒരു റോൾസ് റോയ്സ്, അതായത് മൾട്ടി കളർ റോൾസ് റോയ്സ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് റോൾസ് റോയ്സിനൊക്കെ കാണാൻ പറ്റുമോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വന്ന ആരെങ്കിലും ആയിരിക്കും ഈ ഒരു കാറ് കൊണ്ടുവന്ന് വെളിയിൽ പാർക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും കൊള്ളാം, മൾട്ടി കളർ റോൾസ് റോയ്സ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ. പാർക്ക് അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. താഴെ നല്ലപോലെ പുല്ലൊക്കെ വളർത്തി വെട്ടിയിട്ട് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള കുറേ സീറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പഴക്കമുള്ള ഒരു പാർക്കാണെന്ന്. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. കാരണം ക്ലൈമറ്റൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ഇപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. കാറ്റൊന്നുമില്ല, എന്നാലും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാഫിക്കൊക്കെ ഏകദേശം ഇൻക്രീസ് ആയി തുടങ്ങി കേട്ടോ. ഇപ്പോൾ വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേട്ടോ ഈ ഹോച്ചിമിൻ എന്ന് പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതാണ് അവരുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുംബൈ പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഹോച്ചിമിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്താറായി. ഇപ്പോൾ ഈ ഹോട്ടലിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മണി എക്സ്ചേഞ്ച് ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാശ് എക്സ്ചേഞ്ച് ചെയ്ത്, നമ്മളും കാശ് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സാധനമൊക്കെ റൂമിൽ കൊണ്ടുവയ്ക്കണം, ഡിന്നർ കഴിക്കണം. അതിനുശേഷം ഇവിടെ ഒരു സിറ്റി ടൂറുണ്ട്, ഒരു ബസ്സുണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് പോകണം എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായി, നമുക്ക് സിറ്റി ടൂറിനുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ഓൺലൈൻ എടുക്കാം. ഓൺലൈനിൽ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം, അത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ക്ലൂക്കിലൊക്കെ എല്ലാം ഓൾറെഡി ക്ലോസ് ആയി. പിന്നെ ആകെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ലൈവ് കൗണ്ടറുണ്ട്, അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയെന്ന്. കാരണം ഏകദേശം അത് ക്ലോസിങ് ടൈം ആയി. ബട്ട് ലക്കിലി നമുക്കൊരു ടിക്കറ്റ് കിട്ടി. ഇതാണ് സിറ്റി ടൂറിനുള്ള ഒരു ബസ്. ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. മുകളിൽ ഫുള്ള് ഓപ്പൺ ആണ്, താഴെ AC ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ആരും ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ ബസ് എടുക്കാറായി. അപ്പോൾ ബസ് എടുക്കുന്നതിന് മുമ്പേ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ വന്ന് പറഞ്ഞു. അതായത് കൈയും കാലൊന്നും പുറത്തിടരുത്, എഴുന്നേറ്റ് നിൽക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കണക്ക് തന്നെ ഓരോ സീറ്റിൻ്റെ ബാക്കിലും ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇയർഫോൺസ് കുത്തിയിട്ട് കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന വഴിയിലുള്ള ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അതിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. നമ്മളെ സിറ്റി ടൂർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വണ്ടി അധികം സ്പീഡിലൊന്നും അല്ല കേട്ടോ പോകുന്നത്. ഏകദേശം ഒരു 40-50 ആ ഒരു സ്പീഡ് ലിമിറ്റിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളിപ്പോൾ അത് കണ്ടു നോക്ക് ഈ ഒരു സിറ്റി ടൂർ. അപ്പോൾ നമ്മുടെ സിറ്റി ടൂർ ഏകദേശം കഴിയാറായി കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു ഈ കംപ്ലീറ്റ് ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, വണ്ടി നിർത്തിയിട്ടും ഫോട്ടോസ് എടുക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഈ ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു ബസ്സിൻ്റെ ഉൾഭാഗമൊക്കെ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഒരു താഴത്തെ ലെവല്. അപ്പോൾ അധികം സീറ്റൊന്നുമില്ല, ഏകദേശം ഒരു 8 സീറ്റ് എന്തേ ഉള്ളൂ താഴെ, ബാക്കിയെല്ലാം മുകളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബസ്സിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. അല്ല അടിപൊളി ബസ്സല്ലേ.
അപ്പോൾ സൈഡിലൊക്കെ അവർ സൈറ്റ് സീനൊക്കെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഈ ഫ്ലാഗ് കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലാംഗ്വേജസിൽ അവർ അതിനകത്ത് പറയുന്നുണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്. ഒരുപാട് ബസ്സസ് ഉണ്ട് കേട്ടോ സിറ്റി ടൂറിന്. അപ്പോൾ പകലും ഉണ്ട് രാത്രിയും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ പകൽ പോകുന്നതിനെക്കാട്ടി രാത്രി പോകുന്നതാണ് കേട്ടോ അടിപൊളി ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതൊരു വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിനിയിപ്പോൾ അടുത്ത പോകാൻ പോകുന്നത് ഒരു കഫേയിലോട്ടാണ് കേട്ടോ. ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനെ അവർ കഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഓരോ അപ്പാർട്ട്മെൻറ്റും ഓരോ കഫേസാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിനിയിപ്പോൾ പോകുന്നത്. ഇതൊരു റോഡാണ് കേട്ടോ. അതായത് ബേസിക്കലി ഇതിലൂടെ വണ്ടികൾ ഓടും. പക്ഷേ ഒരു ടൈം ഫ്രെയിമിൽ, അതായത് 6 to 10 ഇതുവഴി ഒരു വണ്ടീസും അലൗഡ് അല്ല. ആ സമയത്ത് ആൾക്കാർക്ക് ഇതേ കണക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ടൈം സ്ക്വയറൊക്കെ പോലെ ഉള്ള ഒരു സംഭവമാണ് അവരിവിടെ ചെയ്തേക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് തൊട്ട് മുമ്പേ കുറേ ഷോസൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇവിടെ ഗ്യാദർ ചെയ്യും കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് കഫേ. അപ്പോൾ ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട്. ആ കഫേസിൻ്റെയൊക്കെ പേരുകളാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ കുറച്ച് നേരം ഇരുന്ന് ഇതിൻ്റെ മെനൂസും റിവ്യൂസൊക്കെ എടുത്ത് നോക്കി. കാരണം ഏതാണ് ബെസ്റ്റ്, ഏതാണ് ചീപ്പർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അകത്തോട്ട് പോവാണ്. അപ്പോൾ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് ഈ ലിഫ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കാശ് കൊടുക്കണമെന്ന്. അതായത് ഒരാൾക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 50 രൂപ കൊടുക്കണമെന്ന്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ഈ സ്റ്റെപ്പ് കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി. ആകെ 2 നിലയേ ഉള്ളൂ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയ കഫേയിലോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നു. അപ്പോൾ ആദ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കഫേ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഒരു ഡോണറ്റൊക്കെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വാക്കിംഗ് ടൈം എന്ന് പറയുന്നത് 9 AM to 10 PM ആണ്. പക്ഷേ അവർ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓർഡർ ഒന്നും അവരെടുത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നത്. ഞാൻ ഇത് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ സൂപ്പറായിരുന്നു. അവർ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തിട്ടേക്കുന്നത്. അത് തിരക്കുമില്ലായിരുന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ബാൽക്കണിയിൽ വന്നപ്പോഴത്തേക്കും നല്ലൊരു സീറ്റും കിട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യൂ കിട്ടുന്ന നല്ലൊരു സീറ്റും കിട്ടി. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ അവർ സെർവ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കാശ് കൊടുക്കാതെ പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ആദ്യമേ ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാം എടുക്കുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ഫുഡൊന്നുമില്ല, ജസ്റ്റ് ഒരു കോഫീസ്, 2 കോഫീസും ഒരു ടെൻഡർ കോക്കനട്ടും ആണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ ഇതിനകം ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഒരു എഗ് കോഫി, ഒരു പേസ്ട്രി, പിന്നെ ഒരു കോൾഡ് കോഫി. കോൾഡ് കോഫി നമ്മളെ കോക്കനട്ടിൻ്റെ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഒരു കരിക്കോല് കുടിക്കാത്ത ആളാണ് ഇവിടെ സ്ട്രോ വെച്ച് കരിക്ക് കുടിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മെറാക്കി കഫേ എന്നാണ് കേട്ടോ ഈ കഫേയുടെ പേര്. അത്യാവശ്യം റീസണബിൾ ആയിരുന്നു പ്രൈസൊക്കെ. സെർവിങ്ങും ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിനിയിപ്പോൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് ഗ്രാബിലൊരു ക്യാബ് ബുക്ക് ചെയ്തു. അപ്പോൾ അത് വന്നു, നമ്മളെ പിക്കപ്പ് ചെയ്തു. നമ്മളിനിയിപ്പോൾ ഹോട്ടലിൽ അവർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ഫോർ എവ്രിവൺ.